നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ പിന്മാറിപ്പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ലേഖനം എഴുതിയ കാലഘട്ടം ഏതാ? ഒത്തിരി പുറകിലാണ്. സ്തോത്രം, ഒത്തിരി പുറകിലാണ്. നൂറ്റാണ്ടുകൾ പുറകിലാണ്. ആമേൻ, ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലാണ്. നമുക്കറിയാം, പുസ്തകങ്ങളെല്ലാം അപ്പോഴേക്ക് എഴുതി തുറന്നു. ആമേൻ. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യേശു മരിച്ച് 100 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ പൗലോസ് ആ കാര്യം പറഞ്ഞെങ്കിൽ അന്നേരം അങ്ങനത്തെ ആളുകളുണ്ട്. അത് അന്നു മുതൽ ഇന്നു വരെയും തുടർന്നുകൊണ്ടിരിക്കുക. നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്നവർ വെറുതെ അങ്ങ് പിന്മാറിപ്പോകുന്ന ആരും വിചാരിക്കണ്ട. ആ പോക്ക് എങ്ങോട്ടാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം, അത് നാശത്തിലേക്കുള്ള പോക്കാ. വചനത്തിൽ നിന്ന് ആമേൻ പുറകോട്ട് പോകുമ്പം, ആമേൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ പോകുന്നു എന്നൊക്കെ പറയാം. നിന്റെ പോക്ക് നാശത്തിലേക്കാ. ആമേൻ, ഇന്നിത് കേട്ടിട്ട് ആമേൻ പിന്മാറ്റത്തിന്റെ പാതയിലാണെന്ന് നിനക്ക് തോന്നുന്നു, അഥവാ അങ്ങനെ ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം. അതിനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്, അതിനുള്ള കൂടി ഒരു പ്രബോധനമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. നീ പിന്മാറ്റത്തിന്റെ പാതയിലാണെങ്കിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നീ പാപിയായി ജനിക്കുന്നത് നിന്റെ കുറ്റമല്ല, എന്നാൽ നീ പാപത്തിൽ മരിച്ചാൽ അത് നിന്റെ കുറ്റമായി തീരും. ഹല്ലേലൂയ. കാരണം പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിലൂടെ ദൈവം വെച്ചിട്ടുണ്ട്. നീ വിശ്വാസത്തിലേക്ക് വരണം, നീ കാൽവരിയെ ഏറ്റെടുക്കണം.